അമ്പലപ്പുഴയിൽ മദ്യപിച്ച് സ്കൂൾ ബസ് ഓടിച്ച ഡ്രൈവർക്കെതിരെ കേസെടുത്ത് പോലീസ്. ആലപ്പുഴയിൽ സർക്കാർ സ്വകാര്യ സ്കൂൾ ബസ്സുകളിൽ പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിലാണ് നടപടിയുണ്ടായത്. കുട്ടികളെ കുത്തി നിറച്ചു കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷകൾക്കും താക്കീത് നൽകിയിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ കണ്ടെത്താൻ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ചരക്കു ലോറികളും പോലീസ് പരിശോധിച്ചു. ഈ വാർത്തയുടെ വിവരങ്ങളുമായി സുധീഷ് ഗോപാലാണ് ചേരുന്നത്. സുധീഷെ, ഈ സ്കൂൾ ബസ് ഡ്രൈവറെ പിടികൂടുന്ന ഒരു സാഹചര്യം അതെന്തായാലും വലിയ ഭാഗ്യമാണ്. അതായത് അയാളെ പിടികൂടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചു എങ്കിൽ ഈ വാർത്ത നമുക്ക് ഇതുപോലെയല്ല റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക. എന്തായാലും അയാളെ പിടികൂടിയല്ലോ, അത് തന്നെ ആശ്വാസം. എന്തായാലും ഇത് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഇത്തരത്തിൽ എത്രയോ പേർ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനത്തിൽ ഇതുപോലെ മദ്യപിച്ച് പോകുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഈ പരിശോധന തുടരുക തന്നെ വേണം. എന്തായാലും ഈ പോലീസ് നടത്തിയ പരിശോധനയുടെ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സുധീഷ്? അതിന് ഇന്ന് രാവിലെ 6 മുതൽ രാവിലെ 10 മണി വരെയാണ് ഇത്തരത്തിൽ ഒരു വാഹന പരിശോധന നടന്നത്. അത് സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷയെ ലക്ഷ്യം വെച്ചാണ് സ്കൂളിലേക്ക് കുട്ടികളെ എത്തിക്കുന്ന വാഹനങ്ങളിൽ പരിശോധന നടത്തിയത്. അതിനിടയിലാണ് അമ്പലപ്പുഴയിലെ ഒരു സ്കൂളിലെ വാഹനം ഓടിച്ചിരുന്നയാൾ മദ്യപിച്ചതായി കണ്ടെത്തിയത്. തുടർന്ന് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും കേസെടുക്കുകയും ചെയ്തു. ഇതേ സാഹചര്യത്തിൽ ഈ കുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ മറ്റ് ഡ്രൈവർമാരില്ലാത്തതിനാൽ പോലീസ് ഈ വാഹനം ഓടിച്ചാണ് കുട്ടികളെ സ്കൂളിൽ എത്തിച്ചത്. ഇയാൾക്കെതിരെ ശിക്ഷയും അടക്കമുള്ള നടപടികൾ ഉണ്ടാവും. ഇതേ സാഹചര്യത്തിൽ തന്നെ ഓട്ടോകളിൽ കുത്തി നിറച്ച് കുട്ടികളെ കൊണ്ടുപോകുന്നതിനെതിരെയും നിരവധി ഓട്ടോയാണ് അത്തരത്തിൽ പിടികൂടിയത്. അവരെ താക്കീത് ചെയ്ത് വിട്ടയച്ചു. ഇനിയും ഇത്തരത്തിൽ ഉണ്ടായാൽ അതിനെതിരെ നിയമപരമായ നടപടിയിലേക്ക് കടക്കും എന്ന താക്കീത് നൽകി വിട്ടയച്ചു. ഇതോടൊപ്പം തന്നെ ലഹരി മരുന്നുകൾ എത്തിക്കുന്നു എന്ന് നോക്കാൻ ചരക്ക് വാഹനങ്ങളും വ്യാപകമായി പരിശോധിച്ചു. ഇത്തരത്തിൽ ഇന്ന് രാവിലെ 6 മുതൽ 10 വരെയാണ് വാഹന പരിശോധന ആലപ്പുഴ ജില്ലയിൽ നടന്നത്. ആതിര. ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.